നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക്, തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതൊരു സാധാരണ തൊടുകുറിയല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു വിളിയായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന പ്രയാസങ്ങളോ വിഷമതകളോ അല്ലെങ്കിൽ ചില ആകുലതകളോ മനസ്സിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നവരാണ് നിങ്ങൾ എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവർ അറിയാതെ മനസ്സിൽ ആ വിഷമങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നവരാണ്. പല കാര്യങ്ങളിലും അറിയാതെ കരഞ്ഞു പോകുന്ന സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും തകർന്നിരിക്കുന്നതായ സാഹചര്യം കാണുവാനായി സാധിക്കുന്നു. ഈ ഒരു തൊടുകുറി അധ്യായത്തിലൂടെ നിങ്ങൾക്കുള്ള ചില നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോടുള്ള പ്രാർത്ഥന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് വേദനാജനകമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു? ഇതിനുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ സന്ദേശം തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള സൂചന നൽകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ കാര്യം ഏവരിലേക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളിലേക്കും എത്തണം എന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുക. ഇവിടെ 3 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് താമരയാണ് എങ്കിൽ രണ്ടാമത്തേത് ആലിലയും മൂന്നാമത്തേത് ശംഖുമാണ്. ഈ 3 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതിനാൽ തീർച്ചയായും നിങ്ങൾ മുൻപ് പരാമർശിച്ചതുപോലെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം കൂടി കമന്റായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ദേവതയോട് പ്രാർത്ഥിച്ചിരിക്കുന്ന, കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ആ കാര്യം രേഖപ്പെടുത്തി വന്ദിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തീർച്ചയായും ഒരു പോസിറ്റീവായ മാറ്റം തന്നെ ഇതിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരും. ആദ്യത്തെ ചിത്രമായ താമരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ധനപരമായ ഒരു നേട്ടം, ധനപരമായ ഒരു അനുകൂല സാഹചര്യം കടന്നു വരാനായി പോവുകയാണ്. ധനപരമായ നേട്ടം എന്ന് പറയുമ്പോൾ അത് അപ്രതീക്ഷിതം തന്നെയാകാം. താമരപ്പൂവിൽ വസിക്കുന്നതായ, താമരപ്പൂവിൽ ഇരിക്കുന്ന സാക്ഷാൽ ധനലക്ഷ്മിയായ അല്ലെങ്കിൽ സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി കടാക്ഷത്താലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ അപ്രതീക്ഷിതമായി ധനയോഗമാണ് കടന്നു വരാനായി പോകുന്നത്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്കുള്ള ഒരു ആകുലത, നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതായ ധനം അത് ജീവിതത്തിൽ പലപ്പോഴും നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ അവിടെയാണ് മഹാലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷത്താൽ കൂടി ധനം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ആവശ്യങ്ങൾ നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ.
ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നതായ കാര്യം പലപ്പോഴും നിങ്ങളുടെ ചെലവ് അധികരിച്ച് വർദ്ധിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ പണത്തേക്കാൾ ഒരുപക്ഷെ കൂടുതലാകാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എത്ര തന്നെ ഈ കാര്യങ്ങൾക്കായി പണം ഒന്ന് മാറ്റിവെക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അത് സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു, ഏതെങ്കിലും ദോഷഫലത്താലാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന കാര്യമുണ്ട്. നിങ്ങളുടെ കൈകളിൽ തീർച്ചയായും പണം നിൽക്കുന്നില്ല എന്നത് യഥാർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ഇതൊരു തടസ്സകാലമായി തന്നെ നിങ്ങൾക്ക് പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ എല്ലായ്പ്പോഴും ഇത്തരത്തിലൊരു തടസ്സം നിങ്ങളിൽ നിലനിൽക്കില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും മാറ്റങ്ങൾ കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലും ധനം കടന്നു വരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് 5 തരം അല്ലെങ്കിൽ 5 തരത്തിലുള്ള ഒരു സമ്പത്തിനെ, ധനത്തെ ആകർഷിക്കുവാൻ, സമ്പൽ സമൃദ്ധിയെ ആകർഷിക്കുവാൻ സാധിക്കും. അത് കുടുംബ സമാധാനം, കുടുംബ സൗഖ്യമായി ബന്ധപ്പെട്ടാണ്. അപ്രതീക്ഷ സൗഭാഗ്യങ്ങളാകാം, ധനപരമായ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയോ ആരോഗ്യപരമായ ഉയർച്ചയോ, നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഉയർച്ചയിലേക്ക് എത്തുകയും മനസമാധാനം പല കാര്യങ്ങളിലും സിദ്ധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഒരു 60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പലവിധ മാറ്റങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ പണം നൽകിയിട്ട് തിരികെ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സൂചന സിദ്ധിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പണം കൊടുത്ത് കടം തീർക്കുവാൻ ഒരു പരിധിവരെ സാധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ശുഭവാർത്തകൾ, സന്തോഷ നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്താം. അപ്രതീക്ഷിതമായ ഒരു ധനസ്രോതസ്സുകളിൽ നിന്നും ഒരു പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് വേണ്ടി ഉരുത്തിരിഞ്ഞു എന്ന് വരാം. അത് നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാവുന്നതാണ്. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പലരിൽ നിന്നും അസൂയ നേരിടേണ്ടതായ സാഹചര്യമുണ്ട്. അത്തരമൊരു അസൂയയാൽ പലപ്പോഴും പലരുടെയും അസൂയയാൽ പോലും പല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നിങ്ങളിൽ നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ പലപ്പോഴും അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യമുണ്ട്. മനസ്സിലെ സമാധാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, പലവിധ ചിന്തകളുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ നെഗറ്റീവായ ആ ഊർജത്തിന്റെ ഒരു മടങ്ങിപ്പോക്കാണ് കാണുവാനായി സാധിക്കുന്നത്. അല്പമൊരു മാറ്റം അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം. മറ്റുള്ളവരെ ചതിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ. സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം പലപ്പോഴും. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് സംഭവിക്കാനായി പോകുന്നത്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്കൊരു അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു സാഹചര്യമായി മാറാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ ഭാവിയിൽ ചിന്തിക്കുമ്പോൾ അത് നന്നായി, അതൊരു അനുഗ്രഹമായല്ലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യം വന്നു ചേരാം. പല പ്രയാസങ്ങളും നിങ്ങൾ നേരിടുന്നവരാകാം. കാരണം തടസ്സങ്ങൾ അത്രമേലുണ്ട് ജീവിതത്തിൽ. അത് മാറണം എന്നും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറണം എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ ഇതെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളിലേക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹം അത് തീർച്ചയായും നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്.
എത്ര തന്നെ അനുകൂല സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ അനുകൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ധനയോഗം പോലും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം കാണുവാനായി സാധിക്കുന്നു. കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില ഐക്യക്കുറവ് പരിഹരിക്കുവാനും സന്തോഷം, സമാധാനം, ചിരികൾ അല്ലെങ്കിൽ സന്തോഷ നിമിഷങ്ങൾ വർദ്ധിക്കുകയും അത് നിങ്ങളുടെ പുരോഗതിക്ക് കാരണമായി തീരുകയും ചെയ്യാം. സന്താനങ്ങളുടെ പഠനത്തിലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പങ്കാളിയുടെ മനോഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. പല കാര്യങ്ങളും അനുഭവിച്ച് പോന്നിരുന്ന നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇത് നിങ്ങളുടെ സമയമാണ് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു. അതിനാൽ 2 മാസക്കാലം വളരെ പ്രധാനമാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമായ ആലിലെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇത് യാദൃശ്ചികമല്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു വിളിയായി തന്നെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ വിവേകത്തോടെയും ബുദ്ധിപരമായും പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊരു സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് ദൈവികമായ ഒരു ഉണർവ് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. അവ്യക്തതയോടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തുകയാണ് എങ്കിൽ വളരെയധികം കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും ഒരു വ്യക്തമായ അല്ലെങ്കിൽ ഉചിതമായ തീരുമാനത്തിലേക്ക് പലപ്പോഴും എത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ വളരെയധികം സമയമെടുക്കുന്ന വ്യക്തികളായി കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ചിന്ത ഒരു യഥാർത്ഥ ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നില്ല എന്ന് കാണുന്നു. മനസ്സ് പലപ്പോഴും അശാന്തതയിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. മനസ്സിൽ പലവിധ ചിന്തകളുണ്ട്. ചിന്തകൾ അത് ചിന്തിച്ച് കാട് കയറുന്നതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ അത് കുറച്ചു കൊണ്ടുവരുവാനുള്ള നിങ്ങളുടെ ശ്രമം പലപ്പോഴും വിജയിക്കാറില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ പോലും തെറ്റായി ഭവിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുള്ളതായി കാണുവാനായി സാധിക്കുന്നു. എന്നാൽ വരുന്ന 30 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. 30 മുതൽ 40 ദിവസം വരെ ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ പല കാര്യങ്ങളിലും അതൊരു സംശയം പോലുമാകാം. അത് ദൂരീകരിക്കുവാൻ സാധിക്കുകയും തടസ്സപ്പെട്ട് നിൽക്കുന്നതായ സമാധാനം ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമാധാനം അല്പം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളെയും കൃത്യമായി നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നു ചേരാം. ഏത് കാര്യത്തിൽ വിശ്വാസം അർപ്പിക്കണം എന്ന് പോലും മനസ്സിലാക്കുവാൻ പ്രയാസപ്പെടുന്ന നിങ്ങൾക്ക് കൃത്യമായി തന്നെ അതിലൊരു തീരുമാനം, കാര്യങ്ങൾ മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തെറ്റായ ബന്ധത്തിൽ പോലും നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബന്ധങ്ങൾ പോലുമാകാം, അതിൽ നിന്നും ഒരു ചിന്തകൾ കൃത്യമായി എടുത്ത് പിന്മാറുവാൻ പോലും സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ പുരോഗതിക്ക് പ്രാധാന്യം നൽകുകയും അത് സാധിക്കുകയും ചെയ്യാവുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് പരീക്ഷാ വിജയങ്ങൾ പോലും, അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടോ ദാമ്പത്യ ജീവിതത്തിലോ അനുകൂലമായ ഒരു സാഹചര്യമോ വന്നു ചേരാം. തൊഴിൽപരമായി അനുകൂല സാഹചര്യങ്ങൾ സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ സന്താനങ്ങൾക്കാണ് എങ്കിലും വന്നു ചേരാം.
പല കാര്യങ്ങളിലും എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം, എന്താണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ തൊടുകുറി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു വിളിയായി തന്നെ മനസ്സിലാക്കാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുകയും ഈശ്വര ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൂടുതലായും നിങ്ങൾക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ഈശ്വര ചിന്തകളിൽ മുഴുകുന്നതായ സാഹചര്യം വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകുവാൻ സാധിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കുവാനും, സമൃദ്ധി കുറയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റവും സംഭവിക്കാം. പല കാര്യങ്ങളും ലഘൂകരിച്ച് കണ്ടിരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും കാര്യങ്ങളെ കൂടുതൽ സീരിയസ് ആയി കാണുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് വന്നു ചേരും. പല പരിഹാരങ്ങളെയും നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പല മാറ്റങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും പുതുതായി പഠിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ പ്രകടനങ്ങൾ മറ്റുള്ളവർക്ക് പോലും അത്ഭുതം നൽകുവാൻ സാധിക്കും വിധം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കഴിവുകളുണ്ട് എങ്കിലും അത് പുറത്തെടുക്കുവാൻ സാധിക്കാത്ത വ്യക്തികളാകാം നിങ്ങൾ. അതിലൊരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് കുറിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പലപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നതായ കാര്യം, ഇവരെന്തിനെ കുറ്റപ്പെടുത്തുന്നു, എന്നെയൊന്ന് മനസ്സിലാക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ, തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും അത് ഭാവിയിൽ കൂടുതൽ വ്യക്തികളുടെ പിന്തുണ ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കി എന്നിലേക്ക് കൂടുതൽ അറിവ് പകർന്നു നൽകണം എന്നും കാര്യങ്ങളെ കൃത്യമായി തന്നെ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളിലേക്ക് ഇപ്പോൾ അനിവാര്യമായത് മനസമാധാനം തന്നെയാണ്. ശാന്തതയോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് എന്നിലേക്ക് കടന്നു വരണം എന്ന പ്രാർത്ഥന ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് നന്ദി പറഞ്ഞ് ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. മൂന്നാമത്തെ ചിത്രമായ ശംഖാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഇതൊരു സാധാരണമായ ഫലമല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സന്ദേശം തന്നെയാണ്. ഈ സമയം മനസ്സ് നോക്കുകയാണ് എങ്കിൽ മനസ്സ് വിഷമതകളാണ്. കാരണം ആശങ്കകൾ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു കാത്തിരിപ്പ് നീളുന്നതായ സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് പല ചോദ്യങ്ങളുമുണ്ട്. അതായത് ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് എപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് അനുകൂലമാവുക എന്നൊരു ചോദ്യം, പ്രാർത്ഥന നിങ്ങൾക്ക് മുൻപിലുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ പലപ്പോഴും ഞാൻ നിസ്സഹായനാണ്,
ദുർബലമായി പോകുന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിത സാഹചര്യം തന്നെയാണ് അത്തരത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ മാറ്റം വന്നു ചേരും. നിങ്ങൾക്കൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുണ്ട് എന്ന് അടിവരയിടുന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ ആ ശക്തി തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. അത് മനോബലം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് നൽകും. ജീവിതത്തിൽ പലപ്പോഴും അസാധാരണമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ജീവിതത്തിൽ പല ഏറ്റുമുട്ടലുകളും അത് കായികമായല്ല, മാനസികപരമായ പല ഏറ്റുമുട്ടലുകളും ജീവിതത്തിലുണ്ട്. ഒരു യുദ്ധ സമാനമായിരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് തന്നെ പരാമർശിക്കാം. ഒരിക്കലും ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ എളുപ്പമായിരുന്നില്ല എന്നതാണ് സത്യം. പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളും സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം, പല കാര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അവശരായി തീർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോഴും ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചിട്ടുമില്ല. നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും കുടുംബത്തിൽ പോലും നിങ്ങൾക്ക് അർഹമായ ഒരു പിന്തുണയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വില, അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളാലും നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടുന്നവർ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയും പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. അത് പങ്കാളിക്കാകാം, കുടുംബത്തിനാകാം, നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഒരിക്കലും എല്ലാ കാര്യങ്ങളും എപ്പോഴും ഉണ്ടാകണം എന്നില്ല, കാലാകാലം നിലനിൽക്കില്ല. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ വിഷമതകൾക്ക് ഒരു പരിഹാരം എത്തുകയും 3 മുതൽ 4 മാസങ്ങൾക്കുള്ളിൽ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. പ്രശ്ന പരിഹാരം എന്നത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് ധനപരമായ കാര്യങ്ങളിലേക്കും കടക്കുന്നു എന്ന സൂചന തന്നെയാണ് ഉള്ളത്. വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. കാര്യ തടസ്സങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് അത് വഴിമാറിപ്പോകുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. നിങ്ങൾ ഈ സമയം നിങ്ങളുടെ കർമ്മങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നതാണ് വാസ്തവം. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പല രീതിയിലും അനുകൂല സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. വരുമാനം പോലും വളരെയധികം അനുകൂലമാകുന്ന സാഹചര്യം രൂപപ്പെടാം. കടബാധ്യതകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന നിങ്ങൾക്ക് അത് പരിഹരിക്കുവാനുള്ള ഒരു വഴി അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും ഒരു ഉയർച്ച സിദ്ധിക്കാവുന്ന സമയമാണ്. പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു എങ്കിലും ഒരു സ്ഥിരത പുലർത്തുവാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാത്തിരിപ്പുകൾ പതുക്കെ അവസാനിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് സുരക്ഷിതമാക്കുവാൻ അല്ലെങ്കിൽ കുടുംബത്തെ സുരക്ഷിതമാക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളിലും വിഷമമുണ്ട്. പങ്കാളിയാകാം, സന്താനങ്ങളാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം. ഇത്തരം വിഷമതകളുണ്ട് എങ്കിൽ അത് കുറയുന്നതായ സാഹചര്യം വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്ക് പ്രകടമായി തോന്നും. നെഗറ്റീവായ ഊർജങ്ങൾ, പ്രത്യേകിച്ചും ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്തരം തടസ്സങ്ങളുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പ്രദാനം ചെയ്യും. പല സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന, ഈശ്വര സംരക്ഷണം കടന്നു വരുന്ന സാഹചര്യം അനുഭവവേദ്യമാകും. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ അടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ വാതിൽ തുറക്കുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും
നിങ്ങൾക്ക് നിരാശയാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സമയമാണ്. പല കാര്യങ്ങളും പരാജയം അനുഭവിച്ചു പോന്നിരുന്ന നിങ്ങൾക്ക് വിജയങ്ങൾ കടന്നു വരികയും തളർന്നിരിക്കുന്ന നിങ്ങൾക്ക് അതൊരു ഉത്സാഹമായി മാറുകയും ചെയ്യാം. ഈ സമയം പരിശ്രമങ്ങൾ നിങ്ങൾക്ക് പാഴാകില്ല എന്ന സന്ദേശം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്നുണ്ട്. ഈ സമയം ഏതൊരു കാര്യത്തെയും നിങ്ങൾ ബലപ്പെടുത്തുവാൻ ശ്രമിക്കുക. അത് ബന്ധമാണ് എങ്കിലും, ധനപരമായ കാര്യങ്ങളാണ് എങ്കിലും, പരിശ്രമങ്ങളാണ് എങ്കിലും ബലപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ സന്ദേശം ലഭിച്ചിരിക്കുന്നത് തീർച്ചയായും ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായി തന്നെ കണ്ട് മുന്നോട്ട് പോവുക. ആ ശക്തിയെ ഒരു നിമിഷം കമന്റ് ബോക്സിൽ നാമം രേഖപ്പെടുത്തി വന്ദിക്കൂ.